ശക്തി ഉണ്ടോ നോക്കട്ടെ അമ്മ. അതിൻ്റെ ഒരു 5-6 അയിലുണ്ട് എന്തായാലും. അപ്പോൾ അതിലൊക്കെ നിരത്തി അങ്ങ് വിരിച്ചിടാണ്. കുറച്ചും കൂടി ഉണ്ട് വിരിച്ചിടാനായിട്ട്. ഓ അങ്ങനെയാ നോക്കുക. മണയില്ല തീർന്നിരുവാവേ. ഇട്ടും പണ്ടൊക്കെ എടുത്ത് ഇറങ്ങുവാണ്. അമ്പടിയുടെ റെഡി ആയിട്ടുണ്ട്. കിട്ടുന്നുണ്ട് മമ്മി. എന്തിരി മാമി എവിടെ പോയിന്ന്? മാമി പോയിന്ന്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഈവനിങ് വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഏതാണ്ട് 3 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊക്കെ ആയിട്ട് കഴിച്ചു, ഉള്ളിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഒരു വീഡിയോ എടുക്കുകയാണ്. നമ്മൾ ഗാലറിയിൽ ഇപ്പം ഒരു പുതിയ എന്താ പറയുക വീഡിയോ എടുത്ത് വെച്ചൊന്നുമില്ല. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പം നൈറ്റ് ഓഫ് ആയിരുന്നു. 4 ദിവസം നൈറ്റ് എടുത്തു. ഇന്നിപ്പം ഓഫാണ്. അപ്പോൾ കുറച്ച് സമയം കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചാൽ പിന്നെ അമ്പാടി ഇവിടെ ഉണ്ട്. ഇന്നിപ്പം നമ്മുടെ അംഗനവാടിയൊക്കെ ലീവാണ്. മഴയൊക്കെ കാരണം പൂരം പോലത്തെ മഴയാണ്. ഇപ്പോഴും ചെറുതായിട്ട് ചിനിങ്ങി പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ റോഡിലൂടെ ആൾക്കാർ പോകുന്നുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് കണ്ണോടിക്കുന്നുണ്ട്. അപ്പോൾ അമ്പാടി ഇവിടെ ഉണ്ട്. എന്നെ ഉറങ്ങാനേ വിടുന്നില്ല കേട്ടോ. വന്ന് കയറി ഒന്ന് ഫ്രഷായി കിടന്നുറങ്ങി. കാരണം തല നനച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നൈറ്റ് എടുക്കുന്ന ദിവസങ്ങൾ മിക്കപ്പോഴും ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ പോലും ഞാൻ കഴിക്കാറില്ല. ഉച്ചയ്ക്ക് എഴുന്നേറ്റാൽ ഇടയ്ക്ക് കഴിക്കും, ഇടയ്ക്ക് കഴിക്കില്ല. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ ചില ദിവസങ്ങൾ എഴുന്നേക്കും. അപ്പോഴാണെങ്കിലും എന്താ പറയുക മടി കാരണം ഫുഡൊന്നും കഴിക്കില്ല. വൈകുന്നേരം അല്ലെങ്കിൽ പോകാൻ നേരത്തായിരിക്കും എൻ്റെ സാധാരണ എന്താ പറയുക നൈറ്റുള്ള ദിവസങ്ങൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. തലേ ദിവസം നൈറ്റിൽ കഴിക്കുന്നതേ ഉള്ളൂ. പിന്നെ വൈകുന്നേരമാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം. അപ്പോൾ ഞാൻ അതൊന്നുമല്ല പറയാൻ വന്നത്. അപ്പോൾ നൈറ്റ് ഓഫും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ലാസ്റ്റ് ഇപ്പം കുളിയും തേവാരമൊക്കെ കഴിഞ്ഞു. ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ വൈകുന്നേരം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്പാടി ഇത് പറഞ്ഞ് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അജേട്ടൻ പുറത്തോട്ട് പോയിട്ടാണുള്ളത്. അപ്പം ഞാൻ ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് കരുതി കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാനൊക്കെ കുറച്ച് ലാഗ് ആവുന്നുണ്ട്. ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടൊക്കെയാണ് കേട്ടോ. പിന്നെ ആണെങ്കിൽ നല്ല മഴയായിരുന്നു കുറേ ദിവസങ്ങളായിട്ട്. ഇന്നിപ്പം ചെരിഞ്ഞ് പെയ്യുന്നൊക്കെയുണ്ട്. അപ്പോൾ തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടുണ്ടായിരുന്നു അലക്കാനായിട്ട്. ഇന്നിപ്പം എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ശ്രീമോളുണ്ട് വീട്ടിൽ. അപ്പം ഞാൻ കുറേ ആയി എന്താ പറയുക അവളെ ഒന്ന് കാണാം. പിന്നെന്താ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം കണ്ട ഞാൻ അവളൊത്ത് വീട്ടിൽ നിന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ അവളെ എക്സാമിനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവളെ വീട്ടിലായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ എൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും ഒക്കെ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അമ്പാടി ഇതാ ജസ്റ്റ് ഒന്ന് മാറ്റി അവനെ ഇരുത്തിയിട്ടുണ്ട്. അപ്പം അജേട്ടൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകില്ല അമ്പാടി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ തട്ടിപ്പോ ഇവിടെ ഇരിക്കും മോൻ്റെ വണ്ടിയാണ്. അപ്പോൾ പോരാത്തതിന് നാളെ എനിക്ക് ഓർക്കാട്ടേരി ഡെന്റൽ ക്ലിനിക്കിൽ പോകണം പല്ലിൻ്റെ ക്ലിപ്പ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ അത് അടുത്താണ് കേട്ടോ. പച്ചിയുണ്ട്. അപ്പം ഇന്ന് അവിടെ സ്റ്റേ അടിച്ചിട്ട് നാളെ വൈകുന്നേരമോ മറ്റന്നാളെ രാവിലെയോ ഇങ്ങോട്ട് തിരിച്ചു വരാമെന്നാണ് വിചാരിക്കുന്നത്. എന്താണെന്ന് അറിയില്ല. ഏട്ടൻ നാളെ വരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. മറ്റന്നാളെ ഈവനിങ് ഡ്യൂട്ടി ആയിരിക്കണം എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് എന്തായാലും വീട്ടിൽ പോവാം. എന്നിട്ട് നാളെയോ മറ്റന്നാളോ വരാം. അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതങ്ങോട്ട് കൊണ്ടൊക്കെ മടി ഇതെടുത്ത് എനിക്ക് കിട്ടിയേ അച്ഛൻ തന്നതാ. അച്ഛൻ തന്നൊന്നല്ലേ അങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷം. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ പോകും. അമ്പാടി നമ്മൾ പോവില്ല. അമ്മമ്മ എൻ്റെ അടുത്ത് പോകണ്ടേ അമ്പാടിക്ക്? മാമിയോ? ആരും വേണ്ട. അമ്പാടി ലോക കൊടുത്ത അവൻ്റെ ആ ഒരു വണ്ടീൻ്റെ മേലെയാണ് കേട്ടോ ഞാൻ ട്രൈപോഡ് വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എത്തുന്നില്ലായിരുന്നു കാണാൻ. ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ പറയുക വീഡിയോ എടുക്കാനായിട്ട് തന്നെ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണ്. കോനാൽ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഓരോരുത്തർ പോകുമ്പോൾ ഓരോ നോക്കലാണ് കേട്ടോ എൻ്റെ പരിപാടി. അവരെന്നെ
നോക്കുന്നുണ്ടോ ഇവരാ എന്താ അമ്പാടിയെ. അപ്പൊ ഞാനും അമ്പാടിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ പോവും. പിന്നെ ആണെങ്കിൽ ഇന്നിപ്പോൾ അമ്പാടിനെയും കുളിപ്പിച്ചു. തലയിൽ എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇനിയിപ്പോൾ വീട്ടിൽ പോയാൽ കുളിപ്പിച്ചാൽ ചിലപ്പോൾ സീനാവാൻ ചാൻസ് ഉണ്ട്. കാരണം നല്ല തണുപ്പ് കേട്ടോ. അപ്പോഴാണെങ്കിൽ എൻ്റെ വീട്ടിൽ പോയാൽ പൂരം പോലത്തെ തണുപ്പാണ് കേട്ടോ. വയൽ ഏരിയയും കൂടി ആയതുകൊണ്ട് നല്ല തണുപ്പും മഴയും ഒക്കെയാണ്. അപ്പോൾ അമ്പാടിനെ അവിടെ നിന്ന് കുളിപ്പിച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും ജലദോഷമോ പനിയോ എന്തെങ്കിലും പിടിപ്പിച്ചിട്ടാണ് വരിക. ആ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് തലയൊക്കെ കഴുകി വെണ്ണ തേച്ചില്ല കേട്ടോ. ഞാനും കുളിച്ചു. അപ്പോൾ ഇനി നാളെയല്ലേ എനിക്ക് കുളിക്കണ്ടു. ഇന്ന് കുളി കഴിഞ്ഞു. അവിടെയാണ് നല്ല തണുപ്പാട്ടോ. പറ്റത്തേയില്ല. ഇവിടെ തണുപ്പുണ്ട്. പക്ഷെ ഇവിടുത്തെ അത്ര തണുപ്പ് ഇവിടെ ഇല്ല. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യം. അപ്പം എനിക്ക് തുണിയൊക്കെ ആറിയിടാനുണ്ട്. അമ്പാടി ടി വി കണ്ടോ. അപ്പം ഞാൻ തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ എടുത്ത് നമ്മുടെ ആ ബേസിലോട്ടിട്ട് എന്നിട്ട് ആറിയിടാനുണ്ട്. മഴ ചെറുങ്ങനെ ഇങ്ങനെ പൊടിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നോക്കട്ടെ. മോന് കിട്ടുന്നില്ല വാവേ ഇല്ല. അപ്പോൾ അമ്പാടിയാണ് വാഷിംഗ് മെഷീനിൽ എല്ലാ തുണി എടുത്ത് ബേസിലോട്ട് ഇടുന്നത് കേട്ടോ. എല്ലാം അവൻ ചെയ്തോളൂന്ന് പറഞ്ഞ് എന്നെ വേഗം ഇട് ചെയ്തോളൂന്ന് പറഞ്ഞ് ഇപ്പം അതിലേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇത് ചാറിയിടാൻ പോവാം വാവേ. വേ നോക്കുന്നാല്. ഓ ശക്തി ഉണ്ടോ നോക്കട്ടെ അമ്മ. മോന് ശക്തി ഉണ്ടോ നോക്കട്ടെ കേട്ടാ. വേഗം ഡ്രസ്സ് തന്നെ ഇട്. അമ്മ ഇടണാ? അമ്മ എടുത്തിട്ടേ എന്നാ മോൻ ചെയ്തോ. മഴയായത് കാരണം തുണി ഒരാഴ്ച എടുത്തിട്ട് പോലും മാറി കിട്ടുന്നില്ല. അപ്പം ഞാൻ വെച്ചു എന്തായാലും വാഷിംഗ് മെഷീനിലിട്ട് അലക്കി എടുത്തിട്ട് ഇനിയിപ്പോൾ ഇത് എത്ര ദിവസം കഴിഞ്ഞാലാ ആറ് കിട്ടാന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ ഉറങ്ങാനും പറ്റിയില്ല. ഉറക്ക ക്ഷീണമുണ്ട് നൈസായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ രാത്രി വീട്ടിൽ പോയിട്ട് ഉറങ്ങാമെന്ന് കരുതി. പിന്നെ വീട്ടിൽ പോകുന്നൊരു സന്തോഷമൊക്കെ ആയതുകൊണ്ടും മനസ്സിലതുള്ളതുകൊണ്ടും എനിക്ക് ഉറക്ക കാര്യമായിട്ട് ഇടുന്നുമില്ല. അമ്പാടിയാണെങ്കിൽ അലമ്പാക്കുമായിരുന്നു കേട്ടോ. ഉറങ്ങാനായി വിട്ടുന്നേ ഇല്ല. അപ്പോൾ പിന്നെ അതവിടെ നിൽക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ മഴയത് കാരണം ഇങ്ങനെ എന്താ പറയുക നിലത്തൊക്കെ ചവിട്ടുമ്പോൾ കാലൊക്കെ ഇങ്ങനെ തണുത്തിട്ട് വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. ചെരുപ്പാണ് ഇവിടെ എവിടെയോ കഴിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ചെരുപ്പ് ഇട്ട് കഴിച്ചിട്ടാൽ പിന്നെ എൻ്റെ അടുത്ത് ഓർമ്മയുണ്ടാവില്ല കേട്ടോ. എവിടെയാണ് കഴിച്ചിട്ടേ എന്നുള്ളത് നോക്കിയിട്ടാണെങ്കിൽ കാണുന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. അമ്പാടി ഇതാ ഇപ്പോഴും തുണിയൊക്കെ എടുത്ത് ബേസിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞോ വാവേ? നമുക്ക് അറിയിടുവാ. പൊന്തുന്നില്ല. എനിക്ക് ശക്തിയില്ല. കാര്യമായിട്ട് ഓടിപ്പോകുന്നുണ്ട്. കിടക്കുന്ന വരുന്നില്ല അമ്പാടി. ഓടിച്ചോ. അമ്മ ആറിയിട്ടിട്ട് വരാട്ടാ. അമ്പാടിയുടെ കാർട്ടൂണൊക്കെ ഓഫ് ചെയ്യാൻ പോവാണ്. എന്താ ബാബേ കാർട്ടൂൺ ഓഫ് ചെയ്യട്ടെ? വന്നിട്ട് കാണാം. നമുക്ക് എന്നാ പുറകിൽ പോവാ. ബാക്കിൽ പോയി ആറിയിട്ടിട്ട് വരാവാ. ഫാനല്ലോ ഓഫ് ചെയ്യും. അല്ലെ തന്നെ കറണ്ടിൻ്റെ ബില്ലെല്ലാം കൂടി ഇപ്പം 7,000-8,000 ഒക്കെ വരുന്നത് ചാർജ്. എനിക്ക് നൈറ്റ് തുടങ്ങുമ്പോൾ മുന്നേ അലക്കി ആറിയിട്ടാണ്. അതായത് 4 ദിവസം മുന്നേ ഞാൻ അലക്കി ആറിയിട്ട തുണി വരെ ഇതുവരെ ആറിയിട്ടില്ല കേട്ടോ. അതൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. അതിലൊരു 3-4-5 അയലുണ്ട് എന്തായാലും. അപ്പോൾ അതിലൊക്കെ നിരത്തി അങ്ങ് വിരിച്ചിടാണ്. കുറച്ചും കൂടി ഉണ്ട് വിരിച്ചിടാനായിട്ട്. അപ്പോൾ മഴ ഇങ്ങനെ പൊടിയായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ പച്ച വിരിച്ചിരിക്കുന്ന കാണാൻ. നല്ല ഇവിടെയൊക്കെ കാട് പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ റീജേച്ചിൻ്റെ വീടാണ് കേട്ടോ. അപ്പം ഞാൻ ബാക്കിയുള്ള കൂടെ ഒന്ന് വിരിച്ചിട്ട് നമ്മുടെ അലക്ക് കല്ല് കണ്ടോ. അങ്ങനെ ഒരുവിധം മാറിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്തേക്ക് കയറട്ടെ കേട്ടോ. എൻ്റെ മുഖത്തൊരു പാട് കണ്ടോ. 1-2 ദിവസം, 2 ഒരു 4-5 ദിവസമായിട്ടോ ഈ ഒരു പാട് വന്നിട്ട്. ഇങ്ങനെ എന്തോ ഒരു അപ്പം പോലെ ഇങ്ങനെ പൊന്തിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പം താണ് വന്നിട്ടുണ്ട്. എന്താണെന്നറിയില്ല. ഇതുവരെ എനിക്ക് മൊത്തൊരു കുരു പോലും ഇല്ലാത്തതാണ്. എനിക്കിപ്പം ഒരു കുരുവല്ല പാടായി മാറിയിട്ടുണ്ട്. എന്താണ് സത്യം പറഞ്ഞാൽ എനിക്കറിയാൻ പറ്റില്ല. പിന്നെ കഴിഞ്ഞ ദിവസം നൈറ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ കൈയും വെച്ച് അവിടെ ചാരി ഇരുന്നായിരുന്നു കേട്ടോ. നൈറ്റിൽ എന്തോ കുത്തിയാന്ന് തോന്നും.
അറിയില്ല. ഇവിടെ ചെറിയൊരു എന്തോ ഒരു കുത്തിയ പോലെ പാടുണ്ട്. അവിടെയാണെങ്കിൽ ചൊറിഞ്ഞ് അവിടെ എന്തോ ഒരു കല്ലിച്ച പോലെ ഉണ്ടായിരുന്നു 2 ദിവസം. ഇപ്പം കുറച്ചൊന്നും താണിട്ടുണ്ട്. അമ്പാടി വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് പോവാം. ഇവിടെ ആരാ ഇരിക്കല്? അതോ ഈ കസേരയിൽ ആരാ ഇരിക്കല്? ആരാ ഇരിക്കല്? ആരാ ഇരിക്കല്? ആരാ ഇരിക്കല്? ഓ ആ മോൻ വെച്ചോ. അമ്മേനെ പരിശോധിക്കുന്ന അച്ഛൻ പോയി. അച്ഛനെവിടെയാ പോയേ? ഓ അങ്ങനെയാ നോക്കുക. അമ്മ ഇവിടെ ഇരിക്കട്ടെ എന്നാല്. അജേട്ടൻ ഇവിടെ ഇല്ലാത്ത തക്കം നോക്കിയിരുന്നതാണ്. ആ അമ്മയല്ല, അമ്മ പേഷ്യൻ്റാണ്. അമ്മൊരു പേഷ്യൻ്റാണ്. അമ്പാടിക്ക് ബോറടിക്കുന്നത്, വേറെ പണിയൊന്നും ജോലിയൊന്നും ചെയ്യാറില്ല. ആ എവിടെയാ നോക്കുക? ഇവിടെ നോക്കുക. വയറുന്നതാ ഇല്ല, എവിടെയാ നോക്കുക? ജസ്റ്റിലാ നോക്കുക. എന്നാ നോക്ക്. എന്താ കേൾക്കുന്നില്ല? എന്താ കേൾക്കുന്നേ? ഇത് അച്ഛൻ്റെയാ? ഈ ഒരു സ്റ്റെപ്പിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതെൻ്റെ BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഞാൻ മേടിച്ച ആദ്യത്തെ സ്റ്റെപ്പാണ്. അജേട്ടൻ്റെ സ്റ്റെപ്പ് വേറെ ഉണ്ട്, പക്ഷേ ഇതിപ്പം ഞാൻ എന്താ പറയുക നഴ്സിംഗ് പഠിക്കുമ്പോഴുള്ള സ്റ്റെപ്പായിരുന്നു. അത് ഇത്രയും കാലം ഞാൻ കൊണ്ടുവന്നു. ലാസ്റ്റ് ഇത് ഏട്ടൻ യൂസ് ചെയ്യാൻ കൊടുത്തിട്ടാണുള്ളത്. നല്ല സ്റ്റെപ്പ്. അന്ന് എത്രയോ ഒരു 6-7 കൊല്ലമായിട്ടായി. അപ്പം സംഭവം അടിപൊളിയാണ്. ഇപ്പോൾ നല്ല പോലെ കേൾക്കും കേട്ടോ. അമ്മ നോക്കട്ടെ. ചിരിക്കുന്നേ നോക്കട്ടെ. കളിക്കാൻ നമുക്ക് പോവാം. എന്താവേ മതി, അമ്മയെ നോക്കിയാ മതി. സമയം 3:30 കഴിഞ്ഞു. കർക്കിടക മാസമായിട്ട് ഇതൊരു അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയില്ല. പറ്റുവാണെങ്കിൽ നാളെ വീട്ടിൽ നിന്ന് അമ്മേനെയും ശ്രീമോളൊക്കെ കൂട്ടി പോകാനൊക്കെ ഉണ്ട്. പറ്റുവാണെങ്കിൽ ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ പോകാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യം. അജേട്ടനെ വിളിച്ചു നോക്കിയായിരുന്നു. ഏട്ടൻ വരുന്നതേയുള്ളൂ, കുറച്ച് കഴിഞ്ഞ് വരാനായിട്ട്. അപ്പം പിന്നെ കുറച്ചൊന്ന് റിലാക്സ് ആയിക്കോട്ടെ എന്ന് വെച്ചു കേട്ടോ അമ്പാടി. അപ്പം നാളെയാണെങ്കിൽ എൻ്റെ പല്ല് ടൈറ്റ് ചെയ്യാൻ പോകണം ഗൈസ്. എൻ്റെ ഈ ഗ്യാപ്പ് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ആയിട്ട് വരുന്നൊന്നും എനിക്ക് തോന്നിയില്ല. ഇപ്പം എത്ര മാസമായി? ഞാൻ 2-3 മാസമായിട്ടായെന്ന് തോന്നുന്നു ഞാൻ ക്ലിപ്പിട്ട് തുടങ്ങിയിട്ടുള്ള. ഏതാണ്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഏതാണ്ട് അങ്ങനെയായെന്ന് തോന്നുന്നു. 2-3 മാസമായി. എന്നാലും പല്ലിങ്ങനെ ഉള്ളിലോട്ട് പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ എന്താ പറയുക, അടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഏതാണ്ട് 2-2.5 വർഷം കേട്ടോ പറഞ്ഞത്. അപ്പോഴത്തേക്കും ഈ ഗ്യാപ്പ് ഒന്ന് ഫില്ലായി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് കാര്യം. ഇനിയിപ്പോൾ നാളെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുമെന്നറിയില്ല. ടൈറ്റായി കഴിഞ്ഞാൽ പല്ലൊക്കെ ആകെ പിടിച്ചിങ്ങനെ ഓരോ മുറുക്കുന്ന പോലെയായിരിക്കും കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ തവണ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഭയങ്കര പ്രശ്നമായിരുന്നു. ആകെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഇതാരാ അമ്പാടി ഫോട്ടോയില്? ആരാ? അച്ഛനായത്? അച്ഛനായത്? ഇതോ? ഇതാരോ? അച്ചാച്ചനായത്? അച്ചാച്ചൻ്റെ അച്ഛൻ. അച്ചാച്ചല അച്ചേട്ടൻ്റെ അല്ലേ? അതൊക്കെ ഓരോ കാടാണ് അമ്പടി. ഓ കാട് കാട്, അതും കാട്. ആ അത് പൈസ പൈസ. ആ ഇവിടുത്തെ അച്ചാച്ചനെയും അച്ഛനെവിടെ? അച്ഛനുണ്ടായിരുന്നല്ലോ ഇവിടെ.
അച്ഛൻ ചേട്ടൻ്റെ ഫോട്ടോ ആണേ. ഇത് ഇവിടുത്തെ അച്ഛൻ, ഇത് ഇവിടുത്തെ അച്ഛൻ. ഇവിടുത്തെ അച്ഛൻ അതായത് അജേട്ടൻ്റെ അച്ഛനാണിത്. അച്ഛൻ്റെ അച്ഛനാണിത് കേട്ടോ. 3 തലമുറ, 4ാമത്തെ തലമുറ ഇതായിരിക്കുന്നു. അമ്പാടി ആ അതാരാ ഫോട്ടോലി? അതാരാ? അച്ചുമ്മയാ? ആരാത്? അശ്വതിയാ? അശ്വതിയാ? ആ അച്ചുമ്മ. അച്ചുമ്മ. ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. നല്ല കുഞ്ഞമ്പാടി കുഞ്ഞമ്പാടി കുഞ്ഞമ്പാടി. ആ കച്ചുന്നേ അമ്മ തൊട്ടെ. തീർന്നിന് മാവേ. മഴണ്ടാ? മഴയില്ല. ഇത് തീർന്നിന് മാവേ. നല്ല സ്പെയിൻ. മഴണ്ടാ? തീർന്നു പോയില്ല. തീർന്നു പോയി വിട്ടേ. ഇവിടെ വെച്ചാ പഠിച്ച പോവാ. കാണണ്ട ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. വാ പോവാ പോവാ പോവാ. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഏതായാലും വെയിറ്റും കൂടെ ഒന്ന് നോക്കാന്ന് വിചാരിച്ചു. അമ്പാടിന്റെ വെയിറ്റ് നോക്കുന്ന. അമ്പാടിക്ക് കഴിഞ്ഞ ദിവസം പനി, ചെറുതായിട്ട് ഇങ്ങനെ പനി പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ എങ്ങാണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ലൂസ് മോഷൻ പോലെയൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും പോകുന്നില്ല, പക്ഷെ പോകുന്ന സമയത്ത് നല്ലപോലെ ലൂസ് സ്റ്റൂൾ. അതുകൊണ്ട് പിന്നെ ഇന്നലെ പോയി ലതാ മേഡത്തിനെ കാണിച്ചു. സിറപ്പൊക്കെ കുടിച്ച പിന്നെ അത് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നോക്കാൻ വേണ്ട 10 56 പോയിന്റ് എത്രയാ? 50 അതിൽ നിക്ക്. ചാർജ് ഉണ്ട് മോനാട് നിക്ക്. എന്താ വെയിറ്റ് വരുന്നുണ്ടാ? ഇതൊക്കെ 12.60. ഇതാ വെയിറ്റ് കുറവാ അമ്പാടി. ഭക്ഷണം കഴിക്കണം കേട്ടാ. അമ്പാടിക്ക് കുറച്ച് വീട്ടിൽ നിന്നിരുന്ന ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുക്കണമെന്നുണ്ട്. അതാരും അമ്പാടി? ആരാ അത്? ആ അച്ചോദീന്ന് വിളിക്കാൻ പാടില്ല, അച്ചുമ്മ വിളിക്കണം. ആ നമുക്ക് വടകര പോയി അമ്പാടിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങുവാ. അതെന്താ വേണ്ടാത്ത? അമ്പാടിക്കാണെങ്കിൽ ഈ മഴയൊക്കെ തുടങ്ങിയ പിന്നെ എന്താ പറയാ, തുണിയൊന്നും ആറുന്നില്ല. അവനാണെങ്കിൽ വീട്ടിൽ നിന്നിടുന്ന ഡ്രസ്സ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കുറേയൊക്കെ അവനെ വീട്ടിൽ നിന്ന് കളിച്ച് അലമ്പാക്കി ആകെ നാശവശാക്കിയിട്ടുണ്ട്. അപ്പം കുറച്ച് പുതിയത് മേടിച്ച് കൊടുക്കണമെന്നുണ്ട് വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സ് കേട്ടോ. അപ്പം അതൊന്ന് നോക്കിയിട്ട് പോകുമ്പോഴത്തേനും മേടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം എല്ലാത്തിനും കൂടെ എതിർത്ത് വരണം, എന്നാലും ഇതൊക്കെ നടക്കുള്ളൂ കേട്ടോ. കമ്മല് മൂത്ത് കണ്ടോ? പാട് കണ്ടോ ബാബേ? പാട് കണ്ടോ? പാട് പാട് കണ്ടോ? പാട് കാണുന്നില്ല. നമ്മൾ പുതിയ ഇൻവെർട്ടർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനാണെങ്കിൽ ചാർജ് നിൽക്കുന്നത്. ഇതിപ്പോൾ ഒരു 6 കൊല്ലായും തോന്നും കേട്ടോ ഇത് ഇൻവെർട്ടറിൻ്റെ ബാറ്ററി. അപ്പോൾ അത് മാറ്റി പുതിയ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഴ സമയത്ത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോകും. അപ്പോൾ ഇരുട്ടാകുമ്പോഴത്തേനും അമ്പാടി കരഞ്ഞ് ഒച്ചപ്പാടും ബഹളമാണ്. അതുകൊണ്ട് പുതിയതൊന്നും ഇപ്പം ഞാൻ ഏതാണ്ട് ഒരാഴ്ചയും തോന്നും മേടിച്ചിട്ട്. റീപ്ലേസ് കൊടുക്കാനുള്ളതാണ് ഇത്. ഇതാണ് കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ ഞാനും അമ്പാടി ഇത് റെഡിയായി നിന്നിട്ടുണ്ട്. അജയുടെ ഇപ്പം എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം സമയം ഏതാണ്ട് 4:15. അപ്പോൾ വടകര അമ്പാടിക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് പോകണം. വീട്ടിൽ നിന്നിരുന്ന ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴും മഴ നിന്നിട്ടൊന്നുമില്ല, ഇങ്ങനെ കുനുകുനാന്ന് പെയ്യുന്നുണ്ട്. അമ്പാടി വരുന്ന എന്തൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മളിനി നേരെ വീട്ടിലോട്ട് പോകും. എത്തിയിട്ടുണ്ട്. ഞാൻ ഇതാ കിട്ടും പാണ്ടൊക്കെ എടുത്ത് ഇറങ്ങുവാണ്. അമ്പാടി ഇത് റെഡി ആയിട്ടുണ്ട്. കയറി ബ്ലോക്ക്. ആ ഫുള്ള് ബ്ലോക്ക് കാണുന്നില്ലേ? ആ അമ്പാടി റോഡ് പണിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ ജാം വന്നിട്ടാ അല്ലേ? പല വൈക്കും
എവിടെ പോയാലും തിരക്കുന്നതാണ് അവിടെ. കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പെട്ടെന്നടി വണ്ടി സൈഡാക്കുക. ഇവിടെ സൈഡിലും ബൈക്കും സ്കൂട്ടിയാ. അങ്ങനെ നമ്മൾ വടകര ടൗണിൽ എത്തിയിട്ടുണ്ട്. അമ്പാടിക്ക് ഡെയിലി വെയർസ് ആയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ വളരെ സിമ്പിളായിട്ടുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ കട്ടിയായിട്ടുള്ളതൊന്നും വേണ്ട. വീട്ടിൽ നിന്നിരുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ളത് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുള്ളത്. അതുമാത്രമല്ല ഇപ്പോൾ മഴയും കൊതുവും ഒക്കെയുള്ള സമയമല്ല. അപ്പോൾ ഫുള്ള് എന്താ പറയുക, ട്രൗസറിന് പകരം പാൻസ് എടുക്കാൻ നോക്കിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അമ്പാടിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോഴത്തേനും അവൻ ഉറങ്ങി. അങ്ങനെ അജേട്ടൻ്റെ കൈ കൊടുത്തു. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇറങ്ങാൻ നേരത്താണെങ്കിൽ പൂരം പോലത്തെ മഴയായിരുന്നു കേട്ടോ. അങ്ങനെ അജേട്ടൻ ഓടി വണ്ടി കയറി വണ്ടി എടുത്ത് പിന്നെയാണ് ഞാനും അമ്പാടി വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര വെള്ളം. ഇതൊക്കെ വെള്ളം ഒഴുകുന്നു ഇവിടുന്ന്. അല്ല ഇങ്ങനെ വെള്ളം ഇവിടെ കെട്ടി വെക്കുന്ന ഭയങ്കര വെള്ളം. അത് കുളം പോലെ ആയിരിക്കും. ഫുട്പാത്ത് അല്ലത് കേട്ടാ. ആ ഫുട്പാത്തിന്റെ മേലേക്ക് ഫുട്പാത്ത്. ഇതെന്തുന്നേനോ? ഇതൊരു മരുന്ന്. ഇങ്ങോട്ട് മരുന്ന്. അതോ ആ അതും മരുന്ന്. അങ്ങോട്ട് ഇതിൻ്റെ മരുന്ന്. ഇത് ഒരു 6 മണിയായപ്പോഴത്തേനും ഞങ്ങൾ 3 പേരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ആയിരുന്നു അജേട്ടൻ ജിമ്മിൽ പോകാറുള്ളത്. ഇന്നിപ്പോൾ രാവിലെ പോകാത്ത കാരണം ഏട്ടനെ പോകണമെന്ന് പറഞ്ഞ് ലേറ്റ് ആയെന്നും പറഞ്ഞ് ഏട്ടൻ പകുതിയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഞാനും അമ്പാടിയും മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ എളുപ്പത്തിൽ വീട്ടിലെത്തുകയും ചെയ്തു. ഒരു 6:20 എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണോ വേണ്ടേ? ഞാൻ മാറ്റൂല, ഇനി കണ്ടോ. ഞാനും അമ്പാടി വന്ന് കയറാൻ നേരത്താണെങ്കിൽ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ആരും ഇല്ല കേട്ടോ. എല്ലാവരും അടുക്കളയിലായിരുന്നു. നോക്കുമ്പോഴത്തേനും പഴംപൊരിയും ഉള്ളിവടയൊക്കെ ഉണ്ടാക്കേണ്ട തിരക്കിലായിരുന്നു. ഏതാണ്ട് ഉണ്ടാക്കി കഴിയാറായിട്ടുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ ഹോർലിക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ ചായ കുടിക്കത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും സംസാരിച്ചുകൊണ്ട് ചായയൊക്കെ കുടിക്കുകയാണ്. ഞങ്ങൾ നേരെ സോഫയിൽ ഇരിക്കുമായിരുന്നു. അച്ഛനാണെങ്കിൽ ടി വിൻ്റെ നേരെ ഫ്രണ്ടിലിരുന്ന് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു കേട്ടോ. അമ്പാടിയാണെങ്കിൽ ഈ മൊരിഞ്ഞ പോഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. പഴംപൊരി അവൻ തൊടുന്നുണ്ടായിരുന്നില്ല. ഉള്ളിവട പ്ലേറ്റിലുള്ളതൊക്കെ ഈ സൈഡിൽ മൊരിഞ്ഞ മാത്രമേ എടുത്ത് കഴിക്കുന്നുള്ളൂ. ബാക്കി തൊടുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പം അച്ഛൻ പറയുമായിരുന്നു കേട്ടോ, അവനാണെങ്കിൽ പക്കുവട ഉണ്ടാക്കിയാൽ മതിയായിരുന്നു എന്നുള്ളത്. അട വെച്ച അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് വരുന്ന സമയത്താണെങ്കിൽ ഞാൻ കർക്കിടക കഞ്ഞി കിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അജേട്ടന് ഓർഡർ വന്നതായിരുന്നു. അപ്പോൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് വെച്ച് നോക്കാം. കാരണം പറമ്പത്ത് വീട്ടിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അമ്പാടി തോടത്തില്ല. പിന്നെ ഏട്ടനും ഞാനും എത്രത്തോളം കഴിക്കുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് പിന്നെ അവിടെ വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും വീട്ടിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നാളെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് കേട്ടോ. അങ്ങനെ ശ്രീമോൾ അത് വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേനും അമ്പാടി അത് പിടിച്ച് പറിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പാടിയും ശ്രീമോളും ഒക്കെ സിങ്കായി വരുമായിരുന്നു. അമ്പാടിക്കാണെങ്കിൽ ഈ കുറേ നാൾ കാണാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് സമയം എടുക്കും ഒന്ന് സെറ്റായി വരാനായിട്ട്. പിന്നെ ബോൾ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ സന്ധ്യാസമയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മഴ സമയത്താണെങ്കിൽ ഈ ചീവീടിൻ്റെ സൗണ്ടും വണ്ടിൻ്റെ സൗണ്ടും അതുപോലെ തവളകളുടെ പേക്കറും ഒക്കെ കേൾക്കാം കേട്ടോ. ഞാൻ കുറച്ച് സമയം സിറ്റ് ഔട്ടിലിരുന്ന് അതൊക്കെ കേൾക്കുമായിരുന്നു. അമ്പാടിൻ്റെ ക്യാപ്പാ അത്? ക്യാപ്പാണോ അമ്പാടിൻ്റെ ക്യാപ്പാ അത്? അമ്മ നാളെ അമ്പലത്തിൽ പോവാം ചോദിക്കോളോട്. ഷിമോള് വരട്ടല്ല.
നമുക്ക് എല്ലാവർക്കും പോയായിരുന്നു രാവിലെ. ഓർക്കാട്ടേക്ക് പോകുന്നുണ്ടാ? അപ്പോൾ കർക്കിടക്കഞ്ഞി വെച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മയും നേരെ അടുക്കളയിലോട്ട് പോയിട്ടോ. ശ്രീമോൾ എന്തോ ആവശ്യത്തിന് വേണ്ടി മുകളിലും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയും ഞാനും നാളത്തെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എന്തായാലും ഞാൻ റെഡിയാക്കുന്നുണ്ട്. മാമിയെ പോയി എവിടെ പോയി? മാമി എടുത്തു. മാമി ഫോണില്ല, ഫോൺ വെച്ചെന്നാ. അങ്ങനെ ഞങ്ങൾ കർക്കിടക ഔഷധ കഞ്ഞിക്ക് നമ്മൾ കൂട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നാളെ കഞ്ഞി ഉണ്ടാക്കും. ബാക്കി എന്താവും എന്നുള്ളത് നാളെ കാണാം, നാളത്തെ വീഡിയോയിൽ കേട്ടോ. അതിൻ്റെ ഷോർട്ട് വീഡിയോ എടുക്കുന്നുണ്ട് സെപ്പറേറ്റ്. ഇപ്പം നമ്മ ഉണ്ടാക്കുന്ന ദോശ നമുക്ക് ഗോതമ്പിൻ്റെ മുട്ട വെച്ചിട്ടില്ല. പ്ലേറ്റ് എടുത്ത് ഇതിട്ടോ എന്ത് ചൂട് പാത്രം ഉണ്ടോ? അതിന്റെ വക്കത്ത് വെച്ച് എന്നിട്ട് അതിന്റെ ആവി പോകാം. മുട്ടയാദ്യം കഴിക്കണ്ട. അമ്മ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ, ഇപ്പോൾ അമ്പാടിക്ക് ശ്രീമോള് മാത്രം മതി, വേറെ ആരും വേണ്ടല്ലോ എന്നുള്ളത് കേട്ടോ. അത്രയും സിങ്കായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛന് വേണ്ടിയിട്ടുള്ള ദോശ അല്ലെങ്കിൽ ചപ്പാത്തിയായിരുന്നു രാത്രി ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാനിത് ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ അപ്പുറത്തുനിന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നാളത്തെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്പലത്തിൽ പോകണം കാര്യങ്ങളൊക്കെ. ഉച്ചക്കത്തെ ചോറാക്കിയിട്ട് മക്കൾ പൊക്കട്ടെ. 2 മണി നേരത്തെ പണിയൊന്നും ഉച്ചയുണ്ട്. ഞാൻ പണിയൊന്നും വെച്ച് അക്ഷ അരിഞ്ഞു പോകില്ലേ വണ്ടിയും കൊണ്ട്? അല്ലെ മണയോളെ കൂട്ടിക്കാം. അങ്ങോട്ട് കൂടി അതെന്തിനാ? എന്തിനി അക്ഷയപ്പറ്റ കടലാസ് മേടിച്ചിട്ടായിരുന്നു. നമ്മൾ അടിയും വരുന്ന പോകാം. ഞാൻ അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയായിരുന്നു കേട്ടോ, ദോശ ഇട്ടുകൊണ്ട്. കർക്കിടക മാസമായിട്ട് ഇതൊരു അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയില്ല, നമുക്ക് പോയാലോ നാളത്തെ പ്ലാനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു 6 മണിക്ക് എഴുന്നേറ്റ് നമുക്ക് കർക്കിടക കഞ്ഞിയൊക്കെ വെച്ചിട്ട് ഒരു 7 മണിയാകുന്നപ്പോഴത്തേക്കും നമുക്ക് കുളിച്ച് സെറ്റായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാം. വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാം. കാരണം അഥവാ കഞ്ഞി ആരും ഉണ്ടാക്കിയിട്ട് കുടിച്ചില്ല എന്നാണെങ്കിൽ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ. അപ്പം പുട്ടും മുട്ടക്കറിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഇതൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ പോകാറുള്ള ശിവക്ഷേത്രമാണ് ഈ എളമ്പങ്കോട്ട് കാവ്. അപ്പോൾ ഞാൻ വീട്ടിനടുത്തുമാണ് കേട്ടോ. ഞാൻ പണ്ടേ ഞാനും അമ്മയും ഒക്കെ പോകാറുള്ളതാണ്. അപ്പോൾ നമുക്ക് അവിടെ പോവാം. ശ്രീമോളെയും കൂട്ടിയിട്ട്. അവൾ ഇതുവരെ നമ്മളെല്ലാവരും കൂടെ എവിടെയും പോയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ കിട്ടൂലെന്ന് തോന്നുന്നു. ഇനി ഇതിനെ കൊണ്ട് തീരെ കിട്ടൂല. മറ്റേ സാധനമില്ലേ ഇരുമ്പിൻ്റെ? ഇരുമ്പിൻ്റെ കിട്ടുന്നുണ്ട് മമ്മി. എന്താ സൂപ്പർ. കഴിയുന്നില്ലേ? അങ്ങനെ വേണ്ട, ഒന്ന് വേണം. വേണ്ട മുട്ട ഓംപ്ലേറ്റ് പോകുന്നുണ്ട്. ഉള്ളി മാത്രമല്ലേ അതാണ് ചെറിയ മുട്ടി. ഒരു ലേശം ബന്ധിയാണ് അവിടെ വെച്ചില്ലാത്തത്. ഒന്നും നോക്കായിക്കോട്ടെ. ഞാൻ പഴം എടുത്തു. എന്നിട്ട് ഇതെല്ലാം കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ തീരുന്നതുവരെ അമൃത വധശിക്ഷ നടപ്പാക്കുന്നതിന് സ്റ്റേ നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി. വധശിക്ഷയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോജക്ട് 2 ഉപ്പിച്ചി ഉപ്പിച്ചി വേണ്ട.
പോയാലാണ് ഡോക്ടർമാരും മാറ്റി അവിടെ പൈസ ഉണ്ടല്ലോ തീരെ ഉണ്ടല്ലോ ഈ സൈഡിൽ റേഞ്ച് കിട്ടൂല ഏറ്റവും ശ്രദ്ധേയമായ കാര്യം റേഞ്ച് കിട്ടും ഞാൻ നല്ലോണം പഠിച്ചു അങ്ങനെ ഞങ്ങളെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെയും ശ്രീമോളെയും ചേർ അടുപ്പിച്ചിട്ടിട്ട് സെൻറ്ററിൽ അവന് ഇരുന്ന് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുമായിരുന്നു. അങ്ങനെ അതുപോലെ കുറേ സമയം ഇരുന്നൊക്കെ പിന്നെ നിന്നായിരുന്നു അവൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കൊഞ്ചൊക്കെ ഉള്ളതുകൊണ്ട് നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അമ്മ ഇത് ഗേറ്റൊക്കെ അടക്കാൻ പോയിട്ടുണ്ട്. അത് തന്നെ ഉറങ്ങുവാ. ഓ മാമി എവിടെ പോയിന്ന്? മാമി പോയിന്ന്. മാമി മേലെ ഉണ്ട്. ആ ചെന്നോക്ക് മേലെ പോട്. ചെന്ന മരുന്ന് തരട്ടെ മോന്? മോൻ്റെ മരുന്ന് തരട്ടെ? എൻ്റെ മുടിയും എടുത്താ മൂടിതാ അമ്മ മരുന്ന് തരട്ടെ വാവേ. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ കിടക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ 3 പേരും ഇരുന്ന് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ സമയം എന്താ പറയുക വർത്താനമൊക്കെ പറഞ്ഞ് ഒരു 11:30 ആയി തോന്നും കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പാടിക്ക് മരുന്ന് കൊടുക്കാൻ നേരത്താണെങ്കിൽ ആ പെട്ടെന്ന് വായൊക്കെ തുറന്നു തരുന്നുണ്ടായിരുന്നു. സാധാരണ അവൻ എന്നെ കൊണ്ട് കുറേ കളിപ്പിച്ച് കഴിഞ്ഞാലേ കേട്ടോ മരുന്നൊക്കെ കുടിക്കത്തുള്ളൂ. പിന്നെ കിടക്കാൻ നേരത്താണെങ്കിൽ ഡോർ അടയുന്നും ഉണ്ടായിരുന്നില്ല തണുപ്പായത് കാരണം. എന്തിന് നീയല്ലേ ബാക്കി വാഴണ്ടേ? ഓപ്പൺ യുവർ മൗത്ത്. സാധാരണ അമ്പാടി വായ തുറന്നു കിട്ടാൻ കുറച്ച് പണിയുള്ള കാര്യമാണ് കേട്ടോ. ഇന്നിപ്പോൾ അമ്മയും അച്ഛനും ശ്രീമോളൊക്കെ ഉണ്ടായിട്ട് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അവൻ ഫുൾ ടൈം പാട്ടുപാടി നടക്കലായിരുന്നു കേട്ടോ. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.